നമസ്തേ. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രകൃതി സുന്ദരമായിട്ടുള്ള പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി. ആ സമയത്തുണ്ടായ പല അനുഭവങ്ങൾ പല വീഡിയോകളിലൂടെ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരു ട്രാവൽ വ്ളോഗറൊന്നും അല്ലാത്തതുകൊണ്ട് ഉന്നതമായിട്ടുള്ള നിലവാരത്തിലുള്ള ക്ലാരിറ്റിയിലൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ യാത്രയിൽ കണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ആശയങ്ങൾ അവതരിപ്പിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ അടുത്ത ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തും ഒരു ദിവസം എന്നോടൊപ്പം ചേരുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം, എനിക്ക് തോന്നുന്നു ആ ഒരു പ്രദേശത്ത്, അതായത് ഈ വയനാടിൻ്റെ അടിവാരവുമായിട്ട് ബന്ധപ്പെട്ട താമരശ്ശേരി മുതലുള്ള പ്രദേശത്തെ പല ഇക്കോ ടൂറിസം പ്രൊജക്റ്റുകളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നതായിട്ടുള്ളൊരു സ്ഥലമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, പല സ്റ്റേറ്റ്സിൽ നിന്ന്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും, ചിലപ്പോൾ അവിടെ സിഖുകാർ മുതൽ വിദേശികളെ വരെ കാണാനായിട്ട് സാധിക്കും, ഓരോ സമയം അല്ലെങ്കിൽ കാലം, സീസൺ അനുസരിച്ച്. അപ്പോൾ അവിടെ ഒരുപാട് സന്ദർശകർ വരുന്നു. പലരും പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ വലിയ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന ആളുകളായിരിക്കാം. അവർക്ക് പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള വേളകൾ ലഭിക്കുമ്പോൾ അവരെ തന്നെ മതിമറന്ന് ആ ജലത്തിൽ സമയം ചെലവഴിക്കുന്നത്, ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അവൻ്റെ സ്വത്വത്തിനെ തിരയുകയാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട്. ആ ഓർമ്മകളുമായിട്ട് ഒരുപാട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അവർ കടന്നു പോവുകയാണ്. എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ ഈ സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. അന്നേ ദിവസം അല്പം മഴ കൂടുതലായതുകൊണ്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ചെല്ലുന്നതായിട്ടുള്ള ആ സ്ഥലം മാത്രം. ഈ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ട്, പക്ഷേ ഈ വെള്ളത്തിലിറങ്ങി കുളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലം അടച്ചിട്ടിരിക്കുകയാണ്. അതിന് സാധിക്കില്ല. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിന് മുൻപ് 2-3 വെള്ളച്ചാട്ടങ്ങൾ അതിന് മുകളിലേക്കുണ്ട്. അവിടെയും അതിനപ്പുറത്തുമുള്ള പല പ്രദേശങ്ങളിലും മഴ പെയ്യുകയാണെങ്കിൽ, അത് ശക്തമാവുകയാണെങ്കിൽ, ഈ താഴെ ഭാഗത്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് മഴയില്ലെങ്കിലും പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ മഴ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ വെള്ളം അധികരിക്കുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് ചെന്ന സമയത്ത് ഈ മൊത്തത്തിലൊരു 100% പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു 25% താഴെ മാത്രമേ അവിടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഉയരത്തിൽ നിന്നാണ് ഈ ജലം വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ താഴെയൊന്നും ഇറങ്ങാൻ സാധിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ വെള്ളച്ചാട്ടത്തിൽ നോക്കി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പതിയെ ഈ വെള്ളച്ചാട്ടം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ വീതി അല്ലെങ്കിൽ അതിലേക്ക് വരുന്നതായിട്ടുള്ള ജലത്തിൻ്റെ അളവ് കൂടി അത് പതിയെ ശക്തി പ്രാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 25% എന്നുള്ളത് പിന്നീട് 30%, 50%, അവസാനം അത് അതിൻ്റെ 100% ആ ഒരു പ്രഭാവത്തിലേക്ക്, ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം. എൻ്റെ സുഹൃത്തും അത് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന സമയത്ത്, ഈ വെള്ളം പതിയെ അധികരിക്കുന്ന സമയത്ത്, സുഹൃത്ത് എന്നോട് എൻ്റെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു. അതായത് ഈ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന വഴിക്ക് വലിയ പാറക്കെട്ടാണ്. അപ്പോൾ ഈ പാറക്കെട്ടിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് വരുന്നത്. ആ പാറക്കെട്ടിൽ ശിവലിംഗം പോലെ ഒരു രൂപം കാണുകയാണ്. അത് വളരെ കാലം വെള്ളം ഒഴുകി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ പാറയുടെ ഒരു ഭാഗത്തിൻ്റെ ഷേപ്പ് മുന്നിലേക്ക് അല്പം എടുത്തു കാണിക്കുന്നു. അത് ഒരു ശിവലിംഗത്തിൻ്റെ രൂപത്തിലേക്കായി മാറിയിരിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ചിന്തകളെ അത് പല വഴിക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ശിവൻ്റെ ഊർജത്തിനായിട്ട് നമ്മൾ ശിവലിംഗമൊക്കെ ദർശിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക്, മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ നിർമ്മിതമായിട്ടുള്ള ഒരു ശിവലിംഗമാണ് അവിടെ കണ്ടത് എന്നുള്ള ചിന്ത എന്നെ വളരെ ബൃഹത്തായിട്ടുള്ള ചില വാതായനങ്ങളിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്തത്. സുഹൃത്തുമായിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അതിനുശേഷവും എൻ്റെ മനസ്സിൽ ഇത് വീണ്ടും ഈ ചിത്രം, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും രൗദ്രമായിട്ടുള്ള ആ ഒരു ഭാവം, ഏറ്റവും ശാന്തമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അത് ഏറ്റവും രൗദ്രമായിട്ടുള്ള ഭാവത്തിലേക്കുള്ള അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു ഡിസ്ട്രക്ഷനാണോ, സർവ്വതും നശിപ്പിക്കാനുള്ള ഒരു ഒഴുക്കാണോ, അതോ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഴുക്കാണോ? ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തകൾ മുന്നോട്ട് പോയി. ആ കാഴ്ച കണ്ട ആ സമയം തൊട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയായി, അവിടെ എനിക്ക് ശിവൻ്റെ ഒരു ദർശനം ലഭിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു ഫീലിംഗുമായിട്ടാണ് ഞങ്ങൾ ആ മലയിറങ്ങുന്നത്. അപ്പോൾ തന്നെ തീരുമാനിക്കുകയുണ്ടായി നിങ്ങളുമായിട്ട്
അല്പം കുറച്ച് ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എന്താണ് ശിവലിംഗം എന്നുള്ള ആ ഷേപ്പിൽ ഞാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള ആ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത്, ശിവൻ എന്ന് പറയുന്നത് ആദിയും അന്തവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിക്കുകയാണ് ഈ പ്രകൃതി, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ശിവന്റെ ഊർജം എൻ്റെ ചിന്തകളെ ഒരു നവ ആത്മീയതയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് കൂടുതൽ വിശാലമായിട്ടുള്ള വാതായനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശിവൻ ആദിയും അന്തവുമല്ല, ഒഴുക്ക് തന്നെയാണ് എന്നുള്ളൊരു ചിന്തയാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെള്ളച്ചാട്ടം പോലെ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശിവന്റെ ഊർജം. ശിവനൊരു വ്യക്തിയല്ല, അവനൊരു ഫ്ലോ ഓഫ് എക്സിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്. ആദിയുടെ ശാന്തതയാണ് ആദ്യ സമയത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കണ്ടത്. ശാന്തമായിട്ട് ഒഴുകുന്നതായിട്ടുള്ള അവസ്ഥ. ആദ്യം വെള്ളം ചെറുതായി ഒഴുകിയപ്പോൾ ലഭിച്ച ആ ഒരു ശാന്തത, ശിവന്റെ ധ്യാനസ്ഥിതി അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ശാന്തശിവൻ എന്ന് പറയുന്ന ആ ഒരു ഭാവമാണ് നമ്മളവിടെ കാണുന്നത്. ആ പ്രകൃതിയുടെ സമാധാനമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പല ആളുകൾ അവിടെ വരുന്നു. ചിലർ അവിടെ സമാധാനം കണ്ടെത്തുന്നു, ചിലരവിടെ സ്വത്വം കണ്ടെത്തുന്നു, ചിലരവിടെ ആഹ്ലാദം കണ്ടെത്തുന്നു. എന്തു തന്നെയാണെങ്കിലും പ്രകൃതിയുടെ സമാധാനം എന്ന് പറയുന്നത് ശിവന്റെ സമാധി നില പോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ഊർജത്തിൻ്റെ ഭാവങ്ങളെയും പ്രകൃതിയിലൂടെ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് ആവാഹിച്ചെടുക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ബാലൻസിനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ടും സാധിക്കുകയാണ്. മഴ കൂടിയപ്പോൾ വെള്ളത്തിൻ്റെ വീഴ്ച ഉയർന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ശിവന്റെ രുദ്രഭാവം അല്ലെങ്കിൽ താണ്ഡവം പോലെയാണ്. ശിവൻ ഡിസ്ട്രക്ഷൻ അല്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനം ആണ്. അവിടെ ശിവൻ ചെയ്യുന്നത് തകർക്കുകയല്ല, പരിവർത്തനം അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കുകയാണ്. എപ്പോഴും വെളിച്ചം കടക്കണമെങ്കിൽ അവിടെ ഒരു സുഷിരം വേണം. നമ്മുടെ ആത്മാവിലേക്ക് വെളിച്ചം കടക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് പലപ്പോഴും തിരിച്ചറിവിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്നത്. ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള നിങ്ങൾ കണ്ടതായിട്ടുള്ള ആ കല്ല് വെള്ളം കുറഞ്ഞപ്പോഴും കൂടിയപ്പോഴും അതേ രൂപത്തിൽ തന്നെ അവിടെ നിലകൊണ്ടു എന്നുള്ളതാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ വെള്ളം വളരെ 25% താഴെ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് അത് 100-നടുത്തേക്ക് ഫില്ല് ചെയ്ത സമയത്തും ആ ശിവലിംഗം വ്യക്തമായിട്ട് അവിടെ ദൃശ്യമായിരുന്നു. ഏറ്റവും രൗദ്രമായിട്ട് ഈ വെള്ളം ഒഴുകുന്ന സമയത്ത്, അതായത് അതുവരെ ശാന്തമായിട്ടുള്ള കാഴ്ച നിങ്ങൾ ആരംഭത്തിൽ കണ്ടു, പക്ഷെ പിന്നീട് അവിടെ അന്തരീക്ഷത്തിൽ പടരുകയാണ് സ്പ്രേ പോലെ. ആ സമയത്തും ആ കല്ല്, ആ ഒരു ശില അവിടെ ദൃശ്യമായിരുന്നു എന്നുള്ളതാണ്. വെള്ളം കുറഞ്ഞപ്പോഴും കൂടിയപ്പോഴും അതേ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ മാറ്റമില്ലാത്തതായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എനർജിയുടെ ഫ്ലോ മാറിയാലും ശിവതത്വം ഒരേപോലെ നിലനിൽക്കുന്നു. വെള്ളം ഈസ് ഈക്വൽ ടു പ്രാണനാണ്. ലൈഫ് ഫോഴ്സിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് ഞാനിവിടെ സിംബലൈസ് ചെയ്യുകയാണ്. വെള്ള ശരീരത്തിലേക്ക് കടക്കുന്നത് പോലെ പ്രാണൻ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഈ കാഴ്ച കാണുന്ന സമയത്ത്. വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നു, ആളുകളവിടെ കുളിക്കുന്നു, ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഊർജം അല്ലെങ്കിൽ ഈ പ്രകൃതി നൽകുന്നതായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ഊർജം നമ്മുടെ ആത്മാവിനെയും നമ്മൾ പോലും അറിയാതെ ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശിവം അല്ലെങ്കിൽ പ്രാണശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവൻ തന്നെയാണ്. രൗദ്രതയും കരുണയും ഒരേ രൂപം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയാണ്, ഒരു പാരഡോക്സ് ആണ്. എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? രൗദ്രം, കരുണം. വെള്ളച്ചാട്ടം ഒരേ സമയം ഭയവും ആനന്ദവും നൽകുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി ഇങ്ങനെയുള്ളൊരു കാഴ്ച, അത് കാണുന്നതിൻ്റെ ആനന്ദം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജലത്തിൻ്റെ നിറം മാറാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള പാലത്തിനെ ചിലപ്പോൾ അത് ഒഴുക്കി കൊണ്ടുപോയാൽ ഞങ്ങളവിടെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത്. ആർക്കും അവിടെ വന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളച്ചാട്ടം ഒരേ സമയം ഭയവും ആനന്ദവും നൽകുകയാണ്. ശിവൻ സൈമുൾട്ടേനിയസ്ലി ഡിസ്ട്രോയർ ആൻഡ് ലിബറേറ്റർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ നെഗറ്റിവിറ്റിയെ നശിപ്പിച്ച് ഉണർത്താൻ വരുന്ന എനർജിയാണ് ശിവൻ്റേത്. നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ, രുദ്ര ഫ്ലോ, വലിയ വെള്ളം പോലെ കഠിന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മെ തകർക്കുന്നതല്ല, പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ഒരു അവസരത്തിൽ.
ഈ ഒരു കാര്യം നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശിവന്റെ രുദ്രഹോം എന്ന് പറയുന്നത് ഒരു ക്ലീൻസിങ് ഫോഴ്സ് തന്നെയാണ്. നമ്മളെ ശുദ്ധീകരിക്കുകയാണ്, നമ്മളെ തകർക്കുകയല്ല. ജീവിതത്തിൽ തിരിച്ചടികൾ വരുന്ന സമയത്ത് നമ്മൾ തകരുകയല്ല, നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ്. നേച്ചർ ഈസ് ശിവാസ് ടെമ്പിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ശിവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ടെമ്പിൾ എന്ന് പറയുന്നത് കല്ല്, പാറ, വെള്ളം എല്ലാം സാക്ഷാൽ ശിവശക്തിയുടെ രൂപങ്ങൾ തന്നെയാണ്. മരം വെട്ടിയാൽ ക്ഷേത്രം പണിയാനാകില്ല, പക്ഷെ ഒരു മരത്തിൻ്റെ നിഴലിലിരിക്കുന്നതിലൂടെ ശിവാനുഭവം നമുക്ക് ലഭിക്കും. ശിവന്റെ ഊർജം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. മെഡിറ്റേഷൻ, നദിയുടെ ചലനം കാണുന്ന ശാന്തമായിട്ടുള്ള നില, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കിലേക്ക് എൻ്റെ സുഹൃത്ത് കുറച്ചു നേരം നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് അവൻ വേറെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണിനുണ്ടാകുന്ന ആ ഭൗതികമായിട്ടുള്ള ആ ഒരു ഇല്യൂഷൻ അപ്പുറത്തേക്ക് അവൻ പറയുകയാണ്, മനസ്സ് തന്നെ ഒഴുകുകയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം അവിടെ ഉണ്ടാവുകയാണ്. ബ്രീത്ത് വർക്ക്, ഓക്സിജൻ ഈസ് ശിവ ആൻഡ് പ്രാണ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എവരിവെയർ നമുക്ക് ശിവനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ആ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻവോക്കിംഗ് രുദ്ര എനർജി ടു ഡിസ്ട്രോയ് ഫിയർ ആൻഡ് ഇനേർഷ്യ. നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനെ അല്ല നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫിയർ ആൻഡ് ഇനേർഷ്യയാണ്, അല്ലാതെ പുറത്തുള്ള സംഗതികളെ അല്ല. ശിവം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പവർ ആൻഡ് പീസ് ആണ്. ശക്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തുലിതമായിട്ടുള്ള അവസ്ഥ. വെള്ളച്ചാട്ടം പറഞ്ഞു തരുന്ന മുഖ്യ സന്ദേശം എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ബി ലൈക്ക് വാട്ടർ, കാം വെൻ നീഡഡ്, പവർഫുൾ വെൻ റിക്വയർഡ്. എപ്പോഴാണോ ശാന്തമായിട്ടിരിക്കേണ്ടത് ആ സമയത്ത് ശാന്തമായിട്ടിരിക്കുക, എപ്പോഴാണോ ശക്തമായിട്ടിരിക്കേണ്ടത് ആ സമയത്ത് ശക്തമായിട്ടിരിക്കുക. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നർ സ്ട്രെങ്ത്തും ഉള്ളിലെ ശക്തിയും അതുപോലെ തന്നെ ഔട്ടർ സ്റ്റിൽനെസ്സുമാണ്, പുറത്തുള്ള ശാന്തതയുമാണ്. അപ്പം നമ്മൾ ഈ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ രൗദ്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും, നമ്മുടെ ഈ ശാന്തത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫലഭൂയിഷ്ടമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് പുതിയതായിട്ടുള്ള സംഗതികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും, അതോടൊപ്പം ഈ ദൈവിക എനർജിയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൽ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കർമ്മ പൂർത്തീകരണത്തിലും അതുപോലെ തന്നെ മോക്ഷത്തിലേക്കും വഴിവെക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും വേണ്ടിയാണ് എന്നുകൂടി മഹത്തരമായിട്ടുള്ള ഈ ചിന്തകൾക്കൊപ്പം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് പ്രകൃതിയിലൂടെ ശിവന്റെ ഊർജത്തിലൂടെ ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ പറയുന്ന ഈ ഒരു ചെറിയ സംസാരം, എന്നാൽ ഇത് വലിയ ഇമ്പാക്റ്റ് മനസ്സിലുണ്ടാക്കുമെന്നുള്ള ശക്തമായിട്ടുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.